ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലാസി സാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു മൈ കിച്ചൺ. കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ലോങ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പം സമയം എത്രയാണ്? 11:05 രാവിലെ. അപ്പം ഒരു 2 മണിക്കൂറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെട്ടെന്ന് തീർക്കണം, അതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. അപ്പോൾ നമ്മുടെ ഗ്രഹനാഥൻ, നമ്മുടെ കുട്ടു ഒരു ബോയ്സ് ട്രിപ്പിന് വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ നൈറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ എന്തോ വരത്തുള്ളൂ. അപ്പം ഒരു 3 ഫുൾ ഡേ ഞാനും നല്ലും മാത്രമേ കാണത്തുള്ളൂ. കുട്ടു സ്ഥലത്തില്ലാത്തതിനാൽ കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ബിസി ആയിരിക്കും. ജോലിയുണ്ട്, നല്ലുവിനെ സ്കൂളിൽ വിടണം. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സിലേക്ക് ഒരുമിച്ച് കുക്ക് ചെയ്ത് വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലെ മീൽ പ്രിപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും. എന്നാലും ഒരാഴ്ചയൊക്കെ ഇങ്ങനെ സെയിം സാധനം കഴിക്കുമ്പോൾ ഭയങ്കര ബോറാണ്. അപ്പം ചിലപ്പോൾ നമ്മളൊരു 3 ദിവസത്തേക്കൊക്കെ വേണ്ടി ഇങ്ങനെ കുക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് കുക്ക് ചെയ്ത് വെച്ചേ പറ്റൂ, കാരണം വേറെ വഴിയില്ല. എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ടാക്കാനുള്ള സമയമില്ല, ഒട്ടും സമയമില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാം, അതായത് ലഞ്ചൊക്കെ. അതാണല്ലോ ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കുന്നത്. മെയിനായിട്ട് ലഞ്ച് കുക്ക് ചെയ്ത് വെക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അത്ര സീനില്ല, എന്നാലും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കുക്ക് ചെയ്ത് വെക്കണം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീനില്ല, ഞാൻ സ്മൂത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. പക്ഷെ നല്ലൂന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ അതും ചെയ്ത് വെക്കണം. അപ്പോൾ വെൽക്കം ടു മൈ ഫസ്റ്റ് മീൽ പ്രെപ്പ് വീഡിയോ. ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാകുമ്പോൾ ഇവനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഉണ്ടാക്കി വെച്ചാൽ ഒരു 3 ദിവസത്തേക്ക് എന്തായാലും പൊക്കോളും, 3 അല്ലെങ്കിൽ 2. പിന്നെ ആണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാകുമ്പം ഫ്രൈഡ് റൈസുമായിട്ട് കോംബോ ആയിട്ട് അങ്ങ് പൊക്കോളും. പിന്നെ ചപ്പാത്തി കുറച്ച് ബോൾസ് ആയിട്ട് ഉരുട്ടി വെക്കണം. പിന്നെ കുറച്ച് സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പ്രെപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും ചെയ്തു വെച്ചില്ലെങ്കിൽ എനിക്ക് നാളെയൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഫുൾ കുക്കിംഗ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ചുമ്മാ കുറച്ച് ക്ലിപ്സ് കാണിക്കുക, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം അതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം അതൊക്കെയാണ്. ഞാൻ എന്തായാലും അതിനുവേണ്ടി അരിഞ്ഞ് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഓൾറെഡി രാവിലെ തൊട്ടിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡി ആണെങ്കിൽ വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ മെയിൻ ഡിഷായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതൊന്നും ഉണ്ടാക്കി മാറ്റാം. വോയിസിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ബിക്കോസ് എൻ്റെ മൈക്ക് കാണാനില്ല. ഞാനിവിടെ തപ്പി മടുത്തു. എൻ്റെ മൈക്കിൻ്റെ ആ കുത്തുന്ന ആ സാധനം മിസ്സായേക്കുവാണ്. ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ തപ്പി എടുക്കണം. എവിടെയാണ്, വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ല. നോർമലി കുക്ക് ചെയ്യുമ്പം എന്താണ്, ഒരാൾ ഒരു സാധനം ഉണ്ടാക്കും, അടുത്ത ആൾ അടുത്ത സാധനം ഉണ്ടാക്കും, അങ്ങനെ ഷെയർ ചെയ്താണ് എല്ലാ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള 4 ദിവസത്തേക്ക് ഇതെല്ലാം ഞാൻ ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു എല്ലാം കൂടെ ഓക്കെ ആവുമെന്നൊക്കെ ഉള്ളൊരിത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതെല്ലാം കുക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഫ്രൈഡ് റൈസിൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ആണ്. ഞാൻ എന്തൊക്കെ വെജിറ്റബിൾസ് ഈ വീട്ടിലുണ്ടോ അത് ഫുൾ ഇതിനകത്തോട്ട് തട്ടും. മഷ്റൂം മാത്രം ഇടാൻ പറ്റിയില്ല, അത് എടുത്ത് നോക്കിയപ്പോൾ അത് കുറച്ച് കേടായ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. ഞാൻ വെജിറ്റബിൾസും ചേർക്കും, കൂടെ മുട്ടയും ചേർക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. നമ്മുടെ വീട്ടിലൊക്കെ എന്നും ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് ഒരു ശീലമായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊന്നും ഒട്ടും ഫ്രിഡ്ജിൽ വെച്ചൊരു ഫുഡൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രോസൺ ലൈഫും ഒരു ഫ്രീസർ ലൈഫും ഒരു ഫ്രിഡ്ജ് ലൈഫും ഒക്കെയാണ്. നമ്മുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രിഡ്ജാണ്. ആ ഫ്രിഡ്ജില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ദിവസം ഒന്ന് കറണ്ട് കാണാൻ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ഓർക്കാൻ പോലും വരും. കാരണം ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ചീത്തയായി പോയിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറി. എന്തായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ച് ഫുഡ് കഴിക്കത്തില്ല എന്നൊക്കെ ഉള്ളത് മാറി. ഇപ്പം എന്ത് കിട്ടിയാലും കഴിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് കാനഡ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ ബിസി ആയിട്ടുള്ള കിച്ചണാണ്. 3 അടുപ്പും വർക്കിംഗ് ആണ്, ഒരടുപ്പും കൂടെ ബാക്കിയുണ്ട്. അപ്പം എല്ലാം കൂടെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ, അത് ഭയങ്കര പാടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ ഇങ്ങനെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ലാസ്റ്റ് ഞാൻ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പരിപാടി. ഏകദേശം 11:45. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ വലിയൊരു പാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അപ്പം ഇതിൽ നിന്ന് മാറ്റണം, എങ്കിലേ അടുത്ത ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ലൊന്നും 3 ദിവസത്തേക്കുള്ള ഫ്രൈഡ് റൈസാണിത്. ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കണം ഈ ചിക്കൻ. നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കറിയായിരുന്നു ചിക്കൻ കറി.
അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എനിക്കൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഒരു 5-6 മാസത്തേക്കുള്ള, അതായത് നാട്ടിൽ പോയിട്ടൊക്കെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ചിക്കൻ കറി. ചിക്കൻ കറിയും ഈ പോർക്ക് കറി, ബീഫ് കറി, നമ്മുടെ മട്ടൻ കറി, അപ്പൊ ഇങ്ങനെയുള്ള നോൺ വെജ് എല്ലാം ഉണ്ടാക്കുന്നത് കുട്ടു എപ്പോഴും കുക്ക് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ ചെറുപയർ തോരൻ, വൻപയർ തോരൻ, എന്താണ് മുതിര, പിന്നെ അതുപോലെ മീൻകറി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, സാമ്പാർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ എടുത്തിട്ട് ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ എങ്ങനെ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റെസിപ്പിയൊക്കെ മറന്നേ പോയി. ഒത്തിരി നാളായി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട്. ചിക്കൻ ഒരുപാട് എണ്ണയിലിട്ട് അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിങ് പോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വെള്ളക്കടല ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൊതിയൂറും ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് റെഡിയായി. അങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതും ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ മാറ്റുവാണ്. അയ്യോ, സമയം ഒരുപാടായി, 1 മണിയായി. അടുത്തായിട്ട് പനീർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം എടുത്ത് ഫ്രൈ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാമല്ലോ. കറിയൊന്നും വെക്കുന്നില്ല ഇവിടെ. എനിക്കങ്ങനെ പനീർ വലിയ ഇഷ്ടമില്ല, പക്ഷേ പനീർ പ്രോട്ടീൻ ആണെന്നല്ലേ പറയുന്നത്, അപ്പം അതുകൊണ്ടങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൊരു പനീറിൻ്റെ പീസാണുള്ളത്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ക്യൂബ് ആക്കാൻ പോവാം. ഇത് വലിയ സ്പൈസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നല്ലൊരു ഇഷ്ടമാണ് പനീർ. വെറുതെ നമ്മൾ ചുമ്മാ എയർ ഫ്രൈ ചെയ്ത് കൊടുത്താലും ഇഷ്ടമാണ്. എനിക്ക് വലിയ ഇഷ്ടമില്ല, കിട്ടിയാൽ കഴിക്കത്രേ ഉള്ളൂ. അപ്പോൾ പനീർ സെറ്റായി. നെക്സ്റ്റ് ഐറ്റം ആണ് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ്. അപ്പോൾ ഇത് 2 ബ്രസ്റ്റ് പീസ് ഉണ്ട്. ഞാനിപ്പം വീണ്ടും വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഡെയിലി ഒരു 100 grams ഓഫ് ചിക്കൻ എങ്കിലും കഴിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, നല്ലൂനും കഴിക്കാമല്ലോ. ഇപ്പം നമ്മൾ ഡയറ്റ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും എന്താണ്, നല്ലൂനെന്ന് പറഞ്ഞൊരു ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയില്ല കേട്ടോ. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് അവനും കൊടുക്കും. അതായത് ഇപ്പം രാത്രി സാലഡ് ആണെങ്കിൽ അവനും രാത്രി സാലഡ് ആയിരിക്കും കൊടുക്കുന്നത്. ചിലപ്പം ചിക്കൻ ഗ്രില്ല് ചെയ്താണെങ്കിൽ അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. ചോറാണെങ്കിൽ അത്. അല്ലാതെ അവന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവിടെ ഒരു കുക്കിംഗ് ഒന്നും ഇല്ല. അപ്പം എല്ലാ ഫുഡും കൊടുത്ത് ശീലിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം അവൻ കഴിച്ചോളൂ, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് ഈ ചിക്കൻ്റെ ബ്രസ്റ്റിൽ നിന്നാണ്. ഇങ്ങനെ കേൾക്കുമ്പം അത് കഴിക്കാൻ തോന്നും. അല്ലാതെ എനിക്ക് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് കഴിക്കാൻ അത്ര ഇഷ്ടമില്ല. ചിക്കൻ്റെ എല്ലൊക്കെയുള്ള പീസ് കഴിക്കാൻ ഇഷ്ടം. പക്ഷെ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് കഴിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും അതുകൊണ്ട് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ് ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ ഫ്രീസറിൽ എപ്പോഴും കാണും. അതെടുത്ത് ഇതുപോലെ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തെടുക്കും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നൊരു സാധനമാണ് ഈ ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചിക്കനൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മുടെ പാപ്രിക്ക പൗഡർ ഇടാറുണ്ട്. പണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു പാപ്രിക്ക പൗഡർ എന്ന് വെച്ചാൽ എന്തുവാന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ദിവസം ഇങ്ങനെ 3-4 മണിക്കൂർ എടുത്ത് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അടുത്ത 3 ദിവസത്തേക്ക് നമുക്കിനി ഇത് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എടുത്ത് പാനിലോട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്ര എളുപ്പമാണ് കാര്യങ്ങൾ. ലൈഫ് ഈസി ആക്കാൻ വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. ഒന്നാമത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തൊക്കെ മാറി ജീവിക്കുമ്പം നമുക്ക് ഹെൽപ്പിന് ആരും ഇല്ലല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, എന്താണേലും നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ആരും ഇല്ലല്ലോ. ഞാൻ ഇതിലങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ചുമ്മാ സിമ്പിളായിട്ട് വെക്കുന്നേ ഉള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഞാനങ്ങനെ തോരനോ മെഴുക്കുവരട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്ത് വെക്കുന്നില്ല. കാരണം ഫ്രൈഡ് റൈസ് അല്ലേ, അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ടുള്ള സാധനങ്ങൾ വേണ്ടേ. അപ്പോൾ അടുത്തയായിട്ട് ഞാൻ ചപ്പാത്തി ഒഴിച്ച് വെക്കാൻ പോവാം. നല്ലൊരു രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ റാപ്പ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചപ്പാത്തി. എൻ്റെ അമ്മ ഇത് കാണുവാണെങ്കിൽ അമ്മയുടെ റിയാക്ഷൻ, ഓ ഇവള് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ, ഇവർക്ക് ഇതൊക്കെ അറിയുമോ എന്നായിരുന്നു. ഞാൻ ഇവിടുന്ന് നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു നാട്ടിൽ ചെന്നിട്ട് കുറേ കുക്ക് ചെയ്യണം. നമ്മളിവിടെ വന്ന് പഠിച്ചില്ലേ കുക്കിങ്, അപ്പോൾ അതെല്ലാം അവർക്ക് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ നാട്ടിൽ ചെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എല്ലാ ദിവസവും മൈഗ്രെയിനായിട്ട് ഞാനൊരു ഉച്ച വരെയും 2 മണി വരെയും കിടപ്പം. അത് കഴിയുമ്പോഴേ ഞാൻ ഓണാകത്തുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകുമ്പോൾ വേണം എൻ്റെ ഒരു കൈപുണ്യവും കാര്യങ്ങളൊക്കെ അവരെ ഞാനൊന്നിട്ട് അറിയിക്കാൻ. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കുക്കിങ്, പക്ഷെ എനിക്കിപ്പം ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ. പക്ഷെ എനിക്ക് ഈ സാമ്പാർ, അവിയൽ, തോരൻ അങ്ങനെ ഉണ്ടാക്കുന്നതിനോ അങ്ങനല്ല ഞാൻ പറഞ്ഞു, അല്ലാതെ ഓരോ ഡിഷൊക്കെ കണ്ടിട്ട് അല്ലാതെ ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മളിവിടെ ഓരോ പരിപാടിയൊക്കെ വരുമ്പോൾ ചിലപ്പം 15 പേര് 20 പേരൊക്കെ കാണുമായിരുന്നു നേരത്തെ.
അപ്പം അത്രയും പേർ കൂടെ നമ്മൾ ഫുഡ് അങ്ങനെ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ ഒരു 15 പേർക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാലും എനിക്ക് അത്ര വലിയൊരു ആനക്കാര്യമായിട്ട് തോന്നില്ല. പണ്ട് 15 പേർക്ക് പോയിട്ട് ഒരാൾക്ക് പോലും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അതായത് നമ്മുടെ ഇടിയപ്പം, പുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അതിലൊക്കെ ഞാൻ ഭയങ്കര വീക്കാണ്. നമ്മുടെ ഇലയപ്പം അങ്ങനത്തെയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി തന്നെ എനിക്ക് തന്നെ കഴിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ട് ഇഡ്ഡലിയാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ വലിയ തോൽവി. പിന്നെ നമ്മളിവിടെ അങ്ങനെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ കൊതി തോന്നിയിട്ട് പുട്ടും കടലയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നും ഉണ്ടാക്കുവാണെങ്കിൽ അതങ്ങ് പഠിച്ചേനെ. പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, മന്തി, ചില്ലി ചിക്കൻ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ ചപ്പാത്തിയുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മതിയല്ലോ, നല്ലൂന് മാത്രം മതിയായിരിക്കും. ചിലപ്പോൾ എനിക്ക് വേണ്ടി ഒരു വൈകുന്നേരത്തേക്കോ വല്ലോ. ഇപ്പോൾ ഈ ഉണ്ടാക്കിയ പ്രപ്പിനകത്ത് കുറച്ചെങ്കിലും പാടുള്ളത് ഈ ചപ്പാത്തിയാണ്. കാരണം വീണ്ടും ഇതെടുത്ത് പരത്തി ചൂടണ്ടേ, അപ്പോൾ അതാണ് ഇതിനകത്തൊരു പാടുള്ളത്. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിട്ട് പെയർ ചെയ്യാം, ഈ ചപ്പാത്തിയും ചിക്കൻ കറിയായിട്ട് പെയർ ചെയ്യാം. അപ്പോൾ കുക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പക്ഷേ എൻ്റെ കിച്ചൺ ഫുൾ മെസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിഡൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ കടല ജസ്റ്റ് വെള്ളക്കടല പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഇനി സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ പനീറുണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്, അതും പുരട്ടി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരമോ വല്ലതും ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിന് എന്തായാലും സാലഡ് ഉണ്ടാക്കണം, അത് നാളെ വല്ലതും ഉണ്ടാക്കണം, അത് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫുഡ്. ഞാൻ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചിക്കനും കടലയും പനീറും ചിക്കൻ ബ്രസ്റ്റൊക്കെ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെനു മൊത്തം ഒരു ചിക്കൻ മയവും ഒരു പ്രോട്ടീൻ മയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. ഇതും നമുക്ക് ഇന്ന് തീർക്കാനുള്ള ഫുഡാണ്. പരിപ്പ് കറിയും പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റും ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് 3 ദിവസത്തേക്കുള്ള ഫുഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രപ്പൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരമോ നാളെയൊക്കെ ആയിട്ട് സെറ്റാക്കണം. അപ്പോൾ ഒരു ചെറിയൊരു മീൽ പ്രപ്പായിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.